പ്രണയം ചെയ്യാൻ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാല് പ്രണയം ചെയ്തു. ഇതിനകത്ത് ഞാൻ പ്രണയം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും ശാന്തിക്കും. അതാരാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നേ? ആരായും പ്രണയിച്ചു പോകില്ല. പ്രണയം ഓൺ സ്ക്രീൻ ചെയ്യാൻ ഇഷ്ടമല്ല എന്നാണോ, അതോ ഞാൻ അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രണയം പ്രകടിപ്പിക്കുന്ന ആളല്ല എന്നാണോ? എന്റെ പ്രണയം ഇങ്ങനെയല്ല. എന്റെ ഗർഭം ഇങ്ങനെ അല്ല എന്റെ എന്ന് ഗർഭം പറയുന്ന ഇങ്ങനെയല്ല എന്ന് പറഞ്ഞില്ല ജഗതി, അന്ന് പറഞ്ഞ പോലെ ആളാ. What is your പ്രണയം? എന്നിൽ നിന്ന് അങ്ങനെ പ്രവഹിക്കാതെ. ഇങ്ങനൊക്കെ ഡ്രസ് ചെയ്തിട്ടാണോ വരേണ്ടത് ഇതിനൊക്കെ പറഞ്ഞു. അതൊക്കെ കൊലാബാണ്. ഞാനിങ്ങനെ മൈൻഡ് കൊലാബോ എന്ന് വെച്ചാൽ എന്താ ഐ ഡോണ്ട് നോ. മനസ്സിലായി. പിന്നെ അവര് പറഞ്ഞു ഇല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് മാം, ഒരു കുഴപ്പമില്ല മാം, എങ്ങനെ ഹൗ യു ആർ യു ബി ലൈക്ക് ദാറ്റ് ഓൺലി, യു ഡോണ്ട് ഹാവ് ടു ചേഞ്ച് യുവർസെൽഫ് ഫോർ ദാറ്റ്. ഇപ്പൊ ആ ബേസിലേക്ക് വന്നോ? ഇപ്പൊ അതാണല്ലോ ഇത് കൊലാബ്. എന്റെ ഫ്രണ്ടിന്റെ കൊലാബാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഷർട്ട് ഭയങ്കര രസമായിട്ട്. അത് കൊലാബാണോ ഏട്ടാ? ഇല്ല, സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയ പുള്ളി ബിഗിൻ ചെയ്തേക്കാണ് പുള്ളിയുടെ കരിയർ. ഇനി അങ്ങോട്ട് ഒരുപാട് വർഷങ്ങളുണ്ട് ചെയ്യാൻ. അപ്പൊ ലുക്മാ വന്ന് ചോദിക്കാണ്, കുട്ടിയുടെ അത് എങ്ങനെയാ ചെയ്തേ, എനിക്കൊന്ന് പറഞ്ഞാന്ന് പറഞ്ഞാൽ എന്താ പറയാ? പണ്ട് സ്റ്റാനിസ്ലാവസ്കി പറയുന്നത് കട്ട് ഔട്ട് 90% എന്നാണ്. ഒരു നടൻ നീ എന്ന ബോധം 90% കട്ട് ചെയ്യാം, പക്ഷെ 10% എന്തിനാ? 10% കട്ട് ചെയ്താലേ മറ്റൊന്നാകാൻ പറ്റുള്ളൂ. അത് പറ്റില്ല. ആ 10% ആണ് ഞാൻ നിയന്ത്രിക്കുന്നത്. എങ്ങനെ നോക്കണം, അപ്പൊ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ടം ഇങ്ങനെ പതുക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ മതിയോ, ഇങ്ങനെ നോക്കണോ, അതോ ഇതൊക്കെ നമ്മളല്ലേ ആലോചിക്കുന്നത്. നമ്മുടെ നിയന്ത്രണത്തിൽ മാത്രമാ കഥാപാത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായി കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. വള ദ സ്റ്റോറി ഓഫ് എ ബാംഗിൾ. ആ സ്റ്റോറി നമ്മളോട് പറയുന്ന സ്റ്റോറി ടെല്ലേഴ്സ് ആണ് ഇന്നത്തെ ലൈറ്റ്സ് ക്യാമറ ടോക്കിലെ എന്റെ ഗസ്റ്റ്. അപ്പൊ വിജയരാഘവൻ സർ, ഷാദി കൃഷ്ണ മാം, ലുക്കു, ലുക്മാൻ ആൻഡ് ശീതൽ, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. താങ്ക് യു. ഇതിന്റെ പാട്ടുകളൊക്കെ കണ്ടു, അസാധ്യ പാട്ടുകൾ. അത് അറബി പാട്ടായിക്കോട്ടെ, ഹിന്ദി പാട്ടായിക്കോട്ടെ, എല്ലാ ഭാഷയിലും പാട്ടുണ്ടല്ലേ. പിന്നെ നിങ്ങളുടെ പ്രേമഗാനം, അരേ വാ. ഇത് തുടങ്ങണതിന് മുമ്പുണ്ടല്ലോ, പ്രണയം ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാല് പ്രണയം ചെയ്ത് നാഷണൽ അവാർഡും വിൻ ചെയ്തു. അപ്പൊ congratulations. We are so proud of you. താങ്ക് യു. പക്ഷെ ഇതിനകത്ത് ഞാൻ പ്രണയം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും ശാന്തിക്കാം. ഡയറക്ടറോട് ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കി. ഞാൻ പുറത്ത് പോയിട്ട് മോസിൻ എന്തിനാ എന്നെ കൊണ്ടത്, എന്റെ കുട്ടിയേട്ടാ പ്ലീസ് ഒന്ന് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ട് പ്രണയിപ്പിച്ചതാണ്. ശാന്തി ഒരു വലിയ സഹായമായിരുന്നു എനിക്ക്. നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അതൊരു അല്ല, ഈ പ്രണയം ഓൺ സ്ക്രീൻ ചെയ്യാൻ ഇഷ്ടമല്ല എന്നാണോ, അതോ ഞാൻ അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രണയം പ്രകടിപ്പിക്കുന്ന ആളല്ല എന്നാണോ? എന്റെ പ്രണയം ഇങ്ങനെയല്ല. എന്റെ ഗർഭം ഇങ്ങനെ അല്ല. എന്റെ പ്രണയം ഇങ്ങനെയല്ല. അപ്പൊ വാട്ട് ഈസ് യുവർ പ്രണയം ലൈക്ക്? വാട്ട് ഈസ് യുവർ ലവ് ലാംഗ്വേജ്? എങ്ങനെയാ സ്നേഹം പ്രകടിപ്പിക്കുക? ഞാൻ ഒന്നാമത്തെ കാര്യം ഇന്ന് വരെ ആരോടും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഒരുപാട് പ്രണയം ഉണ്ടായിട്ടുണ്ട്. അതല്ലേ രസം. അല്ല ചേട്ടൻ പല പല ടൈപ്പിൽ അങ്ങനെ ഐ ലവ് യു പറയാറില്ല, അതുപോലെ പറയും. പ്രണയം നമ്മൾ പറയണമെന്നില്ലല്ലോ. അതെന്താന്നാ ചോദിക്കുന്നത്. അതെനിക്കറിയില്ല എന്താന്ന്. എന്നിൽ നിന്ന് അങ്ങനെ പ്രവഹിക്കാതെ പ്രവഹിക്കുക നല്ല പുതിയൊരു വേർഡാണ്, കേട്ടിട്ടില്ല. എനിക്ക് മലയാളം അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പ്രവഹിക്കുക. മനസ്സിലായി സംഭവം? പ്രണയം എന്താന്ന് പറയാൻ പറ്റുമോ? ഇല്ല, there is no language. I mean love can be in different. അല്ല, പ്രണയം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് ഫീൽ ചെയ്താലേ. ദൈവം എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ദൈവവും പ്രണയമായിട്ടാണ്. കറക്റ്റ് ആണ്. ദൈവം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയില്ല. അതെന്താണെന്നോ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയാം. എന്ന് പറഞ്ഞ പോലെ പ്രണയം കഴിഞ്ഞിട്ട് ഇതിനൊരു രണ്ടുപേരും പിരിഞ്ഞു എന്ന് വെക്കാം. അപ്പൊ എന്തൊരു മണ്ടത്തരായിരുന്നു എന്ന് ചിലപ്പോ തോന്നും. അതേ തോന്നാമല്ലോ. അപ്പൊ മണ്ടത്തരമാണോ പ്രണയം? അല്ല.
അത് പറഞ്ഞു. അതൊക്കെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പക്ഷെ ഇതിനകത്ത് ഞങ്ങളുടെ പ്രണയം അത് വേറെ ലെവലാ. അയ്യോ അതാ പാട്ട് കേട്ടപ്പോ ബ്യൂട്ടിഫുൾ. പക്ഷെ അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അനിമേഷൻ പോലെ. അത് ആ ലിറിക്കൽ വീഡിയോ കാണാൻ ആനിമേഷൻ ചെയ്തു. അത് അതല്ല സിനിമയിലുള്ളത്. എന്ത് ശാന്തി കുറച്ച് എന്ത് ശാന്തി പറഞ്ഞെങ്കിലും അത് underestimate ചെയ്ത് അതെ അത് അനിമേറ്റഡ് ആയിട്ട് അത് ആനിമേറ്റഡ് ആയിട്ട് കാണിക്കല്ലേ, അതല്ല സിനിമയിൽ അതല്ല. മാമിന് നാൺ വന്ന അതുകൊണ്ടാണ് ബ്ലഷിങ്. റെഡ് സാരി ഇട്ടോണ്ടാ ഇത് ബ്ലൂ ആയി പോയി. പക്ഷെ എന്തായാലും അങ്ങനെ രസമുള്ളൊരു സിനിമയായിരിക്കും എല്ലാ പ്രായക്കാർക്കും. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോഴൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു വള. അതിന്റെ പേരിൽ ഇവരും ധ്യാന്റെ ടീമും തമ്മിൽ എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. പക്ഷെ പാട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോ വമ്പൻ പ്രണയ പാട്ടുകള്, വമ്പൻ രസമുള്ള പാട്ടുകള്. പ്രണയത്ത് ഞങ്ങളുടെ പ്രണയമുണ്ട്, ഇവരുടെ പ്രണയമുണ്ട്, ധ്യാനിന്റെ പ്രണയമുണ്ട്, പിന്നെ വേറെ പോലീസ് ഓഫീസർക്ക് പ്രണയമില്ലേ? എല്ലാവർക്കും പ്രണയം. പ്രണയത്തിന്റെ പക്ഷെ സ്റ്റോറി ഓഫ് ബാങ്കിലാണ്. എന്നാ അങ്ങനെ പറയാനുള്ള പ്രണയം മാത്രമാണോ? അല്ല, ഫാമിലി സ്റ്റോറി. അപ്പൊ ഇത് ഏത് ജോണറായി സിനിമ? റൊമാൻറ്റിക് നല്ലൊരു സിനിമയായിരിക്കും. സിനിമ കണ്ട ഒരാൾ പറയാം നല്ല ക്യാമറ, അല്ലെങ്കിൽ പറയാം നല്ല സൗണ്ട് റെക്കോർഡിങ്, നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞാൽ സിനിമ മോശമാണെന്ന് അർത്ഥം അല്ലേ? നല്ല സിനിമ എന്ന് പറയുന്നതാണ് സിനിമ. നല്ല ഫോട്ടോഗ്രാഫി, നല്ല ഡയറക്ഷൻ, നല്ല കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കഥ പറഞ്ഞ സിനിമയല്ല, എല്ലാം കൂടെ ചേരുന്നതാണ് സിനിമ. അതാണ് ടീം വർക്ക്. അതാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എന്തും ഏതൊരു കലാരൂപം. അതിനകത്ത് പ്രത്യേക ഒന്നിനെ പറ്റി മാത്രം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ആ സാധനം മോശമെന്നാണ്. അതുകൊണ്ട് ഇത് എല്ലാം കൂടി ചേർന്ന ഒരു നല്ല സിനിമയായിരിക്കും. അപ്പൊ ഈ പ്രണയം ഉണ്ടായിട്ടേ വള ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അയ്യോ എന്നിപ്പോ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. മാമിനോട് ചോദിക്കട്ടെ, മാം പ്രണയിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ ടി വിയിലാണ് മാമിന്റെ മെജോറിറ്റി പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ടെങ്കിലും എന്റെ ഫേവറേറ്റ് ഇസ് നയം വ്യക്തമാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പി സുകുമാരനും വത്സല സുകുമാരനും അല്ലേ? എനിക്ക് വാവ ഇവര് തമ്മിലുള്ള ഒരു പ്രണയം ഉണ്ടല്ലോ, അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നേ അത് ഇവര് തമ്മിലുള്ള ഒരു പ്രണയം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് റൊമാൻറ്റിക് മൂവി? ഐ ഗെസ് ഇനീഷ്യലി ഞാൻ ചെയ്ത പടങ്ങളിൽ വെച്ച് നോക്കുവാണെങ്കിൽ അത് നാച്ചുറലി ഞാൻ ആ ഒരു ടീൻസിലൊക്കെ ഞാൻ വന്ന സമയമാണ്. അപ്പോൾ ഇറ്റ് വാസ് വെരി യുനോ റോ. എനിക്ക് ഭയങ്കര ചമ്മൽ, സ്വതവേ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ടച്ച് മീ നോട്ട് ഗേൾ തന്നെയായിരുന്നു എനിക്ക് പേര് തന്നെ. ബിക്കോസ് എനിക്കത് പറ്റൂല, ഐ കുഡ് നെവർ ഡു ഇറ്റ്. കാരണം ഞാൻ ഇന്നും എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ കൺവിൻസ്ഡ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഡാൻസ് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ. ബിക്കോസ് ഞാൻ 6 വയസ്സ് മുതൽ ഡാൻസ് പഠിച്ചതാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മാസ്റ്റർ ജി പഠിപ്പിച്ചു തരുന്നത് തന്നെ നമ്മളെ മനസ്സിൽ നിന്ന് അങ്ങനെ അനുഭവിച്ചു വേണം. ഇപ്പൊ കൃഷ്ണാനി ബേഗനെ ബാറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ അവിടെ കൊച്ചിനെ അവിടെ നമ്മൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അമ്മയുടെ പ്രണയം, അമ്മയുടെ ഒരു ലവ് കാണിക്കുന്നു. അങ്ങനെ അതേപോലെ ഇപ്പോൾ ഒരു ലവറാണ് വരുന്നെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ, അപ്പോൾ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ഒരു ക്ലോസപ്പ് ഷോട്ട് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ, അപ്പോൾ നമുക്കത് നാച്ചുറലി വരുമായിരുന്നു. സോ ദാറ്റ് ഹാപ്പൻ. ആൻഡ് കുറേ കഴിയുമ്പോൾ നാച്ചുറലി ചേട്ടൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് പോകുമ്പോൾ അത് നമുക്ക് ഒരു സർട്ടൻ ലെവലിൽ വേറെ ടൈപ്പ് ഓഫ്, ഇപ്പം 90s വരുമ്പോഴേക്കും ഐ വാസ് ഇൻ മൈ 20s. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നാച്ചുറലി കുറേം കൂടെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അപ്പോൾ ആ വാക്കുകളിനൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാവുകയും അപ്പോൾ അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻസ് ഒക്കെ വരുമായിരുന്നു. സോ വാട്ട് ഐ എം സെയിങ് ഈസ് അത് കഴിഞ്ഞിട്ട് ആ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അല്ലാതെ ഐ ഹാവ് നെവർ ഡൺ എനി ഇന്റിമേറ്റ് സീൻസ്, അങ്ങനത്തെ സീൻസ് എനിക്ക് അങ്ങനെ ഐ വാസ് വെരി 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 കോൺഷ്യസ്. ഒരു കെട്ടിപ്പിടിക്കലാണെങ്കിൽ പോലും ഇറ്റ് വുഡ് ബി ലൈക്ക് എന്നിട്ട് ഞങ്ങൾ റിഹേഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിലും പിന്നെ അങ്ങനെ തന്നെ പറയും അങ്ങനെ. ചിലപ്പോൾ ഇപ്പൊ നമ്മൾ കെട്ടിപ്പിടിച്ചപ്പോൾ അതന്നൊക്കെ ഈ ഫിലിം ആയതുകൊണ്ട് അധികം നമ്മൾ റിഹേഴ്സ് ചെയ്തിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ പ്രാവശ്യം കെട്ടിപ്പിടിക്കാൻ അപ്പോൾ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചിട്ട് പിന്നെ കെട്ടിപ്പിടിക്കും എന്ന് അങ്ങനെ മാത്രമേ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അടുത്ത ആളിങ്ങനെ എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം അപ്പൊ ഞാൻ അങ്ങനെ സംസാരിക്കും. ഇപ്പൊ മാറി. ഇപ്പോഴായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ശ്രമിക്കായിരുന്നു. അയ്യോ അതില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഈവൻ നൗ ഐ എം നോട്ട് കംഫർട്ടബിൾ.
ഇപ്പോഴും പ്രശ്നമുണ്ടോ? ഇപ്പോഴും നമുക്കത് എനിക്കത് എന്താ പറയാ നമ്മളത് കൺവിൻസിങ് ആവാൻ പറ്റുമോ എന്നാണ്. കെട്ടിപ്പിടിക്കുന്നത് ദാറ്റ്സ് ഓക്കെ, മേ ബി യു ക്യാൻ ട്രൈ നൗ ബിക്കോസ് ഇപ്പൊ നമ്മൾ എല്ലാവരെയും ഹഗ് ചെയ്യുന്നത് അത് അങ്ങനെയാണല്ലോ പണ്ടല്ലോ. ശരിയാ. അത് ഞാൻ ഇപ്പൊ മറ്റേ ഞണ്ടുകളുടെ നാട്ടിൽ വന്നപ്പോഴാണ് ആ ഡിഫറൻസ് മനസ്സിലായത്. ഈ ഹഗ്ഗിങ് ഒക്കെ അപ്പോഴാണ് തുടങ്ങിയത് സെറ്റില്. എല്ലാവരും ഹലോ ചേച്ചി ഇതൊക്കെ പറഞ്ഞ ആ സ്റ്റൈലില്. അപ്പൊ ഞാനും ഞങ്ങൾക്ക് അപ്പൊ അഭിനയിക്കുന്ന സമയത്തൊന്നും പണ്ടൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഇതൊക്കെ ആയിരുന്നു. അതെ, കൈ കൊടുക്കുന്ന പിന്നെ വന്നതാ. ഞാൻ എല്ലാം വരുമ്പോ എല്ലാം നമസ്കാരം, ഗുഡ് മോർണിംഗ്, ഹലോ ഹലോ ഹായ്, ആ സ്റ്റൈലാണ്. കൈയൊന്നും ആരും കൊടുക്കൊന്നുമില്ല. ഇപ്പൊ അതല്ലല്ലോ. അത് ചെയ്തില്ലെങ്കിലാണ് അയ്യോ നമ്മളെ. അതുകൊണ്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. ബട്ട് ഞാൻ ബിഫോർ ക്യാമറ പറയാണ്, ഞാൻ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ലവ് സീൻസ് ഒക്കെ ചെയ്യുവാണെങ്കിലും ഈ കെട്ടിപ്പിടിക്കലൊക്കെ വരുമ്പോഴേക്കും അഗൈൻ ഇറ്റ്സ് എ ലിറ്റിൽ ഐ ഫീൽ കോൺഷ്യസ്. ഇനി ഇതിൽ എങ്ങനെ ഉണ്ടായിരുന്നത്? പ്രണയം ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ പ്രണയം ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അതെന്താ ചെയ്യിപ്പിക്കാത്ത പ്രണയമായിരുന്നു ഞങ്ങളുടെ വളരെ ഒരു ഡിവൈൻ സൈറ്റ് ഒരു പ്രേമമായി. ലോങ് ഡിസ്റ്റൻസ് പ്രണയം? ലോങ് ഡിസ്റ്റൻസ് ഒന്നുമില്ല, പോയിട്ട് വരുന്നുണ്ട്. വരുന്നുണ്ടോ? ആ പാട്ടുണ്ടപ്പോ എനിക്ക് എങ്ങനെ തോന്നുന്നു പുറത്ത് ഇങ്ങനെ പിരിച്ചേക്കുവാ എല്ലാരും. പ്രണയം നമുക്കല്ല അപ്പൂപ്പനോ അല്ലേ സാധനം ചെയ്യുന്നത്. മനസ്സിന്റെ മേൽ കിട്ടുന്ന എന്നാലും സുന്ദരിയായ ഒരാളല്ലേ കൂടെ കിട്ടിയായിരിക്കും. അതുപോലെ സത്യട്ടോ ഞാൻ ആ നയൻ വ്യക്തമാക്കുന്നതൊക്കെ കാണുമ്പോട്ടില്ല. അത് ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് വാച്ച് ചെയ്യുന്ന സിനിമയെ കാണുമ്പോ എന്തൊരു ഭംഗിയാണ്. അതിൽ ചില സെറ്റ് സാരി കൊടുത്തിട്ട് പിറന്നാളിന്റെ ദിവസം ഒരു സെറ്റ് സാരി എടുത്തിട്ട് ആ സിനിമ കാണാൻ പഠിച്ചിരിക്കാം. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതുപോലെ തന്നെ പെരുമാനി കണ്ടപ്പോ ഫാത്തിയുടെയും അബിയുടെയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ കേട്ടോ. അത് എനിക്ക് തോന്നുന്നു പെരുമാനി OTT വന്നിട്ട് കൂടുതൽ ആളുകൾ കണ്ടിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു അത്? ആളുകൾ കണ്ടു കഴിഞ്ഞിട്ട് റിവ്യൂസ് ഒക്കെ എന്തായാലും മെസ്സേജസ് ഒക്കെ വരുമല്ലോ. വീണ്ടും റിലീസായ ഒരു ഫീലാണ്, എല്ലാരും മെസ്സേജ് അയക്കുന്നു. പക്ഷെ അത് നമുക്ക് നല്ല പ്രതീക്ഷയുള്ള സിനിമ തന്നെ ആയിരുന്നു. മജു അപ്പൻ എന്ന് പറഞ്ഞ പടമൊക്കെ അത് തന്നെ ഭയങ്കര നല്ല അവാർഡ് വിന്നർ. സണ്ണി വെയിനും സ്റ്റേറ്റ് അവാർഡൊക്കെ. വേറെ ഒരു വേൾഡ്, വേറെ ഒരു യൂണിവേഴ്സ് പറയുന്നല്ലേ. ലുക്കുകളൊക്കെ ആളുകളുടെ ലുക്കുകള്, ഡ്രസ്, അവരുടെ വർത്തമാനം അല്ലെ. ഇറ്റ് വാസ് ഈസി ഫോർ യു. സ്ലാങ് ഒക്കെ കുറച്ചുകൂടി മലബാർ സൈഡ് ആയിരുന്നു. വളയോ അയ്യോ അതായിരുന്നു പാട്. ഡയലോഗിന്റെ കാര്യത്തില് ചേട്ടൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അത് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വടക്കൻ കേരളത്തിലുള്ള ഒരു സ്ലാങ് അല്ല, അവിടെ എന്തോ പ്രത്യേക മുഹസിൻ എന്തോ പറഞ്ഞതല്ലേ ആ ഒരു അത് ചേട്ടൻ തന്നെ പിന്നെ മാറ്റിച്ചു ഭാഗ്യത്തിന്. ഫുൾ ചെയ്തില്ല. അതിന്റെ ഫ്ലേവർ അല്ലാതെ ഒരിക്കലും അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അങ്ങനെ സംസാരിക്കാനും പറ്റില്ല, നമുക്ക് അങ്ങനെ ഇമോട്ട് ചെയ്യാനും പറ്റില്ല. അങ്ങനെ 100% അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ സിനിമ കാണാൻ പോയത്. ലിഫ്റ്റ് വന്നപ്പോ വേറെ കുറെ പെൺകുട്ടികൾ എന്റെ ഓണാഘോഷം മറ്റുണ്ടായിരുന്നു. അവര് ഞങ്ങളുടെ കൂടെ എന്നെ പോലും അവര് കണ്ടില്ല. അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് കയറി ഞങ്ങള് സെക്കൻഡ് ഫ്ലോറിൽ ഇറങ്ങി. അവര് പിന്നെ വേറെ സ്ഥലത്ത് ഇറങ്ങിപ്പോയി. അപ്പൊ അവര് പോയി കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നെ ഉണ്ട്. എന്റെ ഭാര്യ നോക്കുന്നു, എന്റെ കൂടെയുള്ള ഒരാളുണ്ട്. പുള്ളി എന്നെ നോക്കി അവര് പറഞ്ഞ പോലെ മനസ്സിലായോന്ന് ചോദിച്ചു. ശരിക്കും മലയാളം ഈ ഫോർട്ട് കൊച്ചിയിലുള്ള കൊച്ചിയിലെ കൂടെ അവരിങ്ങനെ അവരെല്ലാം അവിടുത്തെ അങ്ങനെ ഭയങ്കര ഫ്ലൂവന്റ് ആയിട്ട് സംസാരിക്കുമ്പോഴേ അതിന്റെ സ്പീഡും ഒക്കെ വേറെ ആൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. എനിക്ക് കുറച്ച് മനസ്സിലായി, എന്റെ വൈഫിനും കൂടെ നിന്ന ആൾക്കും മനസ്സിലായില്ല ഇവര് എന്ത് ഭാഷ പറയുന്നത്. അപ്പൊ അതുപോലെ സ്ലാങ് പിടിക്കുമ്പോ നമ്മൾ അങ്ങനെ ഫുൾ സ്ലാങ് പിടിക്കാൻ പറ്റില്ല. ഇതിപ്പോ എല്ലാവർക്കും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ, എന്നാൽ ആ സ്ഥലത്തുള്ള ഏകദേശം അതിന് ഫ്ലേവർ അത്ര ഉള്ളിലേക്ക് പോയിട്ടില്ല. പക്ഷെ അത് വന്നിട്ടുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ട് എനിക്കായിരുന്നു. ഐ ഡോണ്ട് നോ മലയാളം ഇപ്പോഴും ഇങ്ങനൊക്കെ നിന്ന് സംസാരിക്കും. തമിഴ് ജോവ വരും ഞാൻ സംസാരിക്കുമ്പോൾ. പക്ഷെ പണ്ട് മുതല് നിദ്രയിലെല്ലാം ABC അറിയില്ല മലയാളം. പക്ഷെ ചേട്ടൻ ഇതുപോലത്തെ ഡയലോഗൊക്കെ എന്നെ കൊണ്ട് ഡബിപ്പിച്ചതിന്റെ കാര്യത്തില് ഐ മസ്റ്റ് സേ താങ്ക് യു. അപ്പൊ ലുക്മാമന്റെ അടുത്ത് പറയുകയും ചെയ്തു, വലിയ കുഴപ്പമില്ല. ഞാനല്ലേ ഡബ് ചെയ്യുന്ന ഇപ്പൊ കണ്ടിന്യൂസ്. ഞാൻ ഞണ്ടുകളുടെ നാട്ടിൽ തൊട്ട്
ഞാൻ തന്നെയാണ് ഡബ് ചെയ്യുന്നത്. പക്ഷെ അത് നല്ലതാ അല്ലേ? നമ്മൾ തന്നെ ഇപ്പൊ ആൾക്കാർക്ക് എന്റെ ആ, വോയിസ് ശരിയാ. മനസ്സിലായി തുടങ്ങി. തുടങ്ങി, അപ്പൊ ആ. ഇപ്പൊ ആ, നമ്മൾ മനസ്സിലാവും അപ്പൊ പെട്ടെന്ന്. പെട്ടെന്ന് വേറെ ആരെങ്കിലും ഡബ് ചെയ്ത ഉടനെ പറയും, ആ Work ചേച്ചി out. അല്ലേ, ആ അപ്പൊ അങ്ങനെ ആൻഡ് പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ്, സോ ഇറ്റ്സ് ഫൈൻ. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് മെമ്മറി ഓഫ് വള? അല്ല ആക്ച്വലി വള എനിക്ക് ഭയങ്കര, ഞാൻ നേരത്തെ എല്ലാ ഇന്റർവ്യൂലും പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആവുന്നത് ഇത് നമ്മുടെ എല്ലാവരും അറിയുന്നവരാണ്. സിനിമ ഒപ്പം സ്വപ്നം കണ്ടിരുന്നവര് ഒരുമിച്ച് സിനിമ ചെയ്യുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. അർഷദ് ഖാൻ സ്ക്രിപ്റ്റ് മുഹാഷിൻ എഴുതുന്നു എന്നുള്ളതാണ്. ഈ കഥ ഞാൻ കുറെ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇത് കുറെ മുന്നേ ഉള്ളൊരു തിരക്കഥായിരുന്നു. അത് പിന്നെ കുറെ മാറ്റങ്ങൾ വന്നു പുതിയ ഡ്രാഫ്റ്റിലൊക്കെ. അപ്പൊ അന്ന് മുതലേ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു ഇതിന്റെ. വളരെ ഒരു ട്രാവലും ഇമോഷണൽ ട്രാവൽ, ഇത്ര ക്യാരക്ടേഴ്സ്, ഈ 2 ക്യാരക്ടേഴ്സ് ഭയങ്കര ഇവർ രണ്ടുപേരാണ് ശരിക്കും അതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് പാർട്ട്. അപ്പോ അത് പിന്നെ കുട്ടേട്ടനാണ് ശാന്തി ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് നമ്മൾ കുറെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു ആര് എങ്ങനെ എന്നൊക്കെ ഉള്ളത്. അത് വന്നപ്പോ പിന്നെ സിനിമ അങ്ങനെ ആയി വരുന്നത് ഞാൻ കണ്ടതാണ്, ഇങ്ങനെ ഓണായി വരുന്നത്. സിനിമയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് തൊട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഭയങ്കര സ്വപ്നം കണ്ടിരുന്ന ആക്ടർ ഫേസിൽ നിൽക്കുന്നു, നമ്മൾ ആ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്നു, ആളുകൾ ഇങ്ങോട്ട് വന്ന് സിനിമയെ കുറിച്ച് റിവ്യൂ പറയുന്നു. ഈ ഒരു ഡ്രീം ചെയ്ത സമയം ട്രൂ ആയതിന്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് എന്ന്, ആ ലൈഫ് എങ്ങനെയുണ്ട്? പക്ഷെ ഡ്രീം കം ട്രൂ അങ്ങനെ സിനിമ ചെയ്തു, പക്ഷെ സിനിമ ഭയങ്കര എന്തോ നമുക്ക് നമ്മള് വിചാരിച്ചോടത്ത് എത്തിയെന്നൊന്നുമില്ല. ആക്ച്വലി ഇപ്പോഴും നമ്മള് സ്ട്രഗിൾ സിനിമയിൽ തോന്നുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും ഓക്കെ അടുത്ത പടം ഇറങ്ങിയ ഓക്കെ രക്ഷപ്പെട്ട് നമ്മൾ സേഫായി. പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സിനിമക്ക് വേണ്ടിയിട്ടും അടുത്ത സിനിമയുടെ വർക്കായിട്ടും ഇതായിട്ടും നമ്മൾ വീണ്ടും ഇങ്ങനെ നീ എന്തായിരിക്കും അടുത്തത് എന്നുള്ളൊരു ഭയങ്കര ഒരു ഈ ഫീൽഡിന് അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആദ്യത്തെ ദിവസം ചെല്ലുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ കൈയൊക്കെ തണുക്കും. എനിക്ക് ഫസ്റ്റ് ഷോട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ ക്യാരക്ടർ റോളൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആകും. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ അവരോടൊക്കെ വഴക്കുണ്ടാകും, ചിലപ്പം ദേഷ്യം വരും. ഭയങ്കര എനിക്കിങ്ങനെ അതിൽ നിന്നൊന്നും എന്റെ ചില സ്വഭാവത്തിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ്, എന്തൊക്കെയോ പ്രശ്നമുണ്ട് എനിക്ക്, അതെനിക്കറിയാം. അത് ഇതുണ്ട് എന്റെ, അതുകൊണ്ട് ഭയം, ഉള്ളിലൊരു ഭയം, അതൊക്കെ ആയിരിക്കാം. എന്തോ ഒരു അപ്പോഴും എന്നെ ഒരു ഭയം ഇങ്ങനെ വേട്ടയാടുന്നുണ്ട്. അതിപ്പോഴും ഉണ്ട്. ചില സീനിയർ ആയിട്ട് എനിക്കത് പറയുന്നത് തന്നെ ഇഷ്ടമല്ല. എനിക്ക് എല്ലാവരുടെയും ഒപ്പം ഇരിക്കുമ്പോഴല്ലേ എനിക്കൊരു സുഖം. സീനിയർ ആവാത്ത നന്നാവാത്തെന്ന് ചോദിച്ച പോലെയാ. ഒരു വ്യത്യാസം വരുന്നില്ലല്ലോ. എനിക്കറിയില്ല, ഈ പൂക്കാലത്തിലൊക്കെ കണ്ട ആളത് ഹാൻസം കേട്ടോ. അതെ പിന്നെ താങ്ക് യു. അല്ല ഞാനിപ്പോ താമസിക്കുന്ന പുതിയതായിട്ട് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോ ശ്രീകൃഷ്ണം എന്റെ വീടിന്റെ പേര്, ഞാൻ ഇട്ട പേര്. അപ്പൊ അതില് അവിടെ ഉള്ള ആൾക്കാരെല്ലാവരും കുട്ടേട്ടന്റെ വലിയ ഫാനാ. ഞാൻ പറഞ്ഞു ഇപ്പൊ വളയാണ് വിജയരാഘവൻ വരുമോ? ഞാൻ പറഞ്ഞു ആ ഞങ്ങളുണ്ട്. അയ്യോ എനിക്കൊന്നൊരു ഫോട്ടോ എടുക്കണം. അപ്പൊ അവർക്കാണെങ്കിൽ ഇന്നും ഞാൻ പറഞ്ഞു അവർക്ക് അങ്ങനെ അദ്ദേഹത്തിന് എത്ര പ്രായം ഉണ്ടെന്നാണ്. ഇനി അതിനെ കൂടുതൽ പറയണ്ട പ്രായം. ഞാൻ പറഞ്ഞില്ല കേട്ടാ, കമന്റ് ഇടുന്നുണ്ട്. ഹലോ, ഇത് ആരാ ആദ്യം പറഞ്ഞത്? ഞാൻ തന്നെ പറഞ്ഞു. സത്യം, ഞാൻ തന്നെയാണ് ഇത് വിളിച്ചു പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അഹങ്കാരം ഉണ്ടെന്നേ. എനിക്ക് ഇത്രയും പ്രായമായിട്ടും സത്യം കേട്ടോ. അല്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നാ ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രായം പറയുന്നത്. എന്തിനാണ് പ്രായം മാറി? മാത്രമല്ല, ഞാൻ ഇന്ന് കഴിഞ്ഞൊരു ഇന്റർവ്യൂലും പറഞ്ഞു, പ്രായമാകുന്നതോടും നമ്മുടെ അറിവ് കൂടുതലല്ലേ, എക്സ്പീരിയൻസ് കൂടുതലല്ലേ. സത്യം അല്ലേ? ശരിക്കും പറഞ്ഞാൽ 3 തലമുറ ഞാൻ കണ്ടു. 25 years ആണ് ഒരു തലമുറ എന്നൊക്കെ. ഞാൻ 3 തലമുറയോടൊപ്പം ജീവിച്ചൊന്നുമില്ലല്ലേ. അതിന് വലിയ കാര്യമല്ലേ? ബിഗ് തിങ് അല്ല അത്. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസോ. അപ്പൊ ഞാൻ ഈ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അവരുടെ ഒപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും. ഇനി എത്ര തലമുറ ആഗ്രഹമില്ല കേട്ടോ വലുതായിട്ട് നിൽക്കണമെന്നും ജീവിക്കണം. എങ്കിലും നാളെ വിശ്വസിക്കുന്ന ആളല്ല. ഒന്നും പ്ലാൻ ചെയ്യുന്ന ആളല്ല, ഒന്നുമില്ല. ഞാൻ ഇന്നുവരും പ്ലാൻ ചെയ്തു അത് വേണം ഇത് വേണം, ആഗ്രഹങ്ങളൊക്കെ വലിയ ഒന്നുമില്ല എനിക്ക്. ഞാൻ ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ വന്ന 1983 പിന്നിലാവുന്ന സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോ അന്ന് ഞാൻ ടൊയോട്ട ക്രൗൺ എന്ന് പറഞ്ഞ കാറിലാണ് വരുന്നത്. എന്റെ അച്ഛനുണ്ടായിരുന്ന കാർ. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു കാർ വേണമെന്ന് ആഗ്രഹങ്ങളില്ല എനിക്ക്, മനസ്സിലായി. അപ്പൊ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരു നിവൃത്തിയില്ലാത്ത ജീവിതം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു 7-ലൊക്കെ പഠിക്കുമ്പോൾ
ഒരു നിവൃത്തിയില്ലാത്ത ഞാൻ 8ാം ക്ലാസ്സിലാണ് ചെരുപ്പിടുന്നത് ആദ്യം. ചെരുപ്പിട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്നത് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അപ്പൊ ഇതിന്റെ അതിന്റെ വിഷമം അറിയാം. അന്നതൊന്നും വിഷമമൊന്നുമല്ല. ഇപ്പൊ അതൊന്നും പറയാൻ വേണ്ടിട്ടല്ല, ഞാൻ എല്ലാ സ്റ്റേജസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കതൊന്നും വലിയൊരു അങ്ങനെ ഒരു ഇതിനെപ്പറ്റി ഒരു ആഗ്രഹങ്ങളോ ആവേശങ്ങളോ അത്രക്കേ ഉള്ളൂ എന്ന് പറയാം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇവരുടെ കൂടെ നിന്നാ ഞാൻ ഇവരുടെ കൂടെയാ. എന്ത് അതെ കേട്ടോ. പക്ഷെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, യു ലുക്ക് സോ ഹാൻസം. താങ്ക് യു. ശീതൽ 10-25 ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഫൈനലി ഗോളത്തിൽ പോയി തെക്ക് വടക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദിസ് ഈസ് തേർഡ് മൂവി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഒക്കെ ഒപ്പം? ഇപ്പോഴത്തെ ഒരു ആംബിയൻസ് എനിക്ക് ഫീൽ ചെയ്യാണ്ട്. ഇല്ല, ഞാൻ ഇവർ കുട്ടന്റെ കൂടെയും സഞ്ജന്റെ കൂടെ ചെയ്തിട്ടില്ല. ഞാൻ ലുക്ക് വരുന്ന കൂടുതൽ സീൻ ഉണ്ടായിരുന്നത്. കോമ്പിനേഷൻസ് ഇല്ല, കോമ്പിനേഷൻസ് അധികം ഒരു സീൻ ചേച്ചിയായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു, അതിന് അല്ലാണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ മൊത്തത്തിലൊരു അടിപൊളി വൈബായിരുന്നു. How did this happen to you? ഓഡിഷൻ ഞാൻ ആക്ച്വലി ഒരു സമയത്ത് ഓഡിഷൻ കൊടുത്ത് എനിക്കെന്നെ മടുത്തു തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ തേങ്ങ അതൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗായത്രി എന്ന പേര്. അപ്പൊ പുള്ളിക്കാരത്തെ എനിക്കിങ്ങനെ അയച്ചു തരും ഓരോ, വാ നമുക്ക് പോവാം, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയും. ഞാനൊന്നുമില്ല, വാ കൊടുത്തു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൊടുത്തു. കോൾ അവൾക്ക് വന്നു, എനിക്ക് വന്നില്ല. എടി എനിക്ക് കോള് വന്നു, കഴിഞ്ഞു, എനിക്കും കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും കോള് വന്നു. അപ്പോൾ പറഞ്ഞു നമുക്ക് രണ്ടും കൂടെ കോഴിക്കോട് പോകാം, കോഴിക്കോടാണ് ഓഡിഷൻ, ചുമ്മാ ട്രിപ്പ് പോലെ മൂഡ് പിടിച്ചിട്ട് അങ്ങനെ പോവാന്ന് പറയും. ഞങ്ങൾ രണ്ടും ട്രിപ്പല്ല ഓഡിഷൻ വേണ്ടിട്ട് വന്നു. ഓഡിഷന് വേണ്ടി ട്രിപ്പ് പോയി. ഓഡിഷന്റെ ട്രിപ്പ് വന്നു, ഓഡിഷന് വന്നു. എന്നിട്ട് എത്തി, സീൻ കയ്യിൽ കിട്ടിയപ്പോ പ്രണയരംഗങ്ങളാണ് തന്നത്. എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ കാര്യത്തില്. അല്ല, എനിക്ക് ഇഷ്ടമുള്ള ഒരു സീനായിരുന്നു. പ്രണയസീനായോണ്ട് അതെ, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡന്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് നമ്മൾ എത്ര കണ്ടിരിക്കുന്നതാണ്. എനിക്ക് റിയൽ ലൈഫിൽ എനിക്ക് സിനിമയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷെ ഈ ഫീൽഡിൽ എനിക്ക് കൂടുതലാണ്. അങ്ങനെ സീൻ കിട്ടി. അപ്പം അവളും ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ഒരേ ക്യാരക്ടറിന് വേണ്ടിയാണ് ഓഡിഷൻ ചെയ്യുന്നത്. എന്റെ കൂടെ ഗോളത്തില് ഗായത്രി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇത് ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് മലയാളം വായിക്കാൻ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് ബോണസ്, ഞാനിത് കലക്കും. അവൾക്ക് മലയാളം അറിയത്തില്ലല്ലോ. പക്ഷെ അവള് മംഗ്ലീഷിലാക്കിയിട്ട് അത് പഠിച്ചു. ഓഡിഷന് കയറിയിട്ട് അവൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ഞാൻ കിടന്ന് ബബ്ബ പഠിച്ചോണ്ടിരിക്കുക. ഓവർ കോൺഫിഡൻസ് അതാണ് പ്രശ്നം. അവസാനം ഞാൻ പോയിട്ട് ഓഡിഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചാൻസ് കൂടെ ചോദിച്ചു നിൽക്കാം. പിന്നെ സംഹവ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ഷൻ കിട്ടി. ഒരു ബ്രേക്ക് വന്നു. അപ്പൊ എനിക്ക് പൊതുവെ എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ടെക്നീഷ്യൻ സൈഡിൽ അധികം എനിക്ക് അറിയില്ല. പേര് ഫേസ് അങ്ങനെ അധികം ഫെമിലർ അല്ല. അപ്പോൾ ഒരു വട്ടം ഓഡിഷന് പോയിട്ട് പണി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം ഓഡിഷന് പോയപ്പോൾ ഞാൻ ഡയറക്ടറിന്റെ പ്രൊഫൈലൊക്കെ നോക്കി, ഇതാണ് ഡയറക്ടർ സെറ്റ്, വന്നു കഴിഞ്ഞാലും ആളെ കണ്ടുപിടിച്ചല്ലോ. അങ്ങനെ ബ്രേക്കിന്റെ ഇടയിൽ ഒരു പുള്ളിന്റെ അടുത്ത് ചോദിച്ചു, എന്താ ചേച്ചി ഗോളൊക്കെ ചെയ്തിട്ടല്ലേ വന്നേക്കുന്നത്, എന്താ ഓഡിഷൻ ചെയ്യാൻ എന്താ എത്ര ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ഇങ്ങനെയാണോ ഓഡിഷൻ എടുക്കുന്നത്, കണ്ണിലേക്ക് മൊത്തം ലൈറ്റ് അടിച്ചിട്ട് നിങ്ങൾ എനിക്ക് ക്യാരക്ടർ ഞാൻ അടിപൊളിയായിട്ട് ചെയ്യുന്നു പറഞ്ഞ വലിയ ഡയലോഗ് അടിച്ചു. അവസാനം ചോദിച്ചു പേരെന്താ, മുഹാഷിൻ. ഓക്കെ, ഇതല്ലല്ലോ മുഹാഷിൻ എന്ന് പറഞ്ഞ ഡയറക്ടറാ. അവൻ ഇതല്ലല്ലോ ഫോട്ടോ ആളുടെ പ്രൊഫൈല് മൊത്തം ഹർഷിതൊക്കെ എന്റെ റൈറ്ററിന്റെ പിക്ചേഴ്സ് ആയിരുന്നു. ഐ തോട്ട് ഹി ഈസ് ദ ഡയറക്ടർ. ഞാൻ പുള്ളീനെ എക്സ്പെക്ട് ചെയ്തിട്ട് ഇരിക്കണേ. കഴിഞ്ഞു. അപ്പൊ ഈ ഓഡിഷനും തീരുമാനമായി. പക്ഷെ ഭാഗ്യം കൊണ്ട് കിട്ടി. അതുപോലെ തന്നെ പോണ വഴിയിൽ ഗായത്രി അവൾ നന്നായി പെർഫോം ചെയ്തല്ലോ. അപ്പൊ അവളുടെ അടുത്ത് ഞാനിങ്ങനെ ഒരു കൂട്ടുകാരി നമുക്ക് എപ്പോഴും ഉണ്ടാവും ഓവർ കോൺഫിഡൻസ് കൊടുക്കുന്നത്, അത് ഞാനായിരുന്നു. ഞാൻ പറഞ്ഞു, നീ ഇതിൽ അടിപൊളിയാണ്, നിനക്ക് എന്നത് കിട്ടും, സെറ്റാക്കി ഞാൻ ബിൽഡപ്പ് ചെയ്ത് വെച്ചു. അവസാനം ഇതെനിക്ക് കിട്ടിന്ന് പറഞ്ഞപ്പോ അവളുടെ അടുത്ത് പറയാനൊരു പേടി, അവൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരിക്കുക. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കത് കിട്ടി. അവൾക്ക് കരയണോന്ന് അറിയില്ല, ചിരിക്കണോന്ന് അറിയില്ല. ബിക്കോസ് ഐ വാസ് വെരി സാഡ്. ബിക്കോസ് അവൾ എന്റെ അടുത്ത് പറഞ്ഞു, ഇനി നമ്മൾ ഓഡിഷന് പോകുമ്പോ നീ വേറെ പോയോ ഞാൻ വേറെ പോയിക്കോട്ടെ. അല്ല, ഇതിപ്പോ നമ്മളൊരു ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പം ഒരേ ക്യാരക്ടറിനാണ് നമ്മള് ഓഡിഷൻ കൊടുക്കണമെങ്കിൽ അവൾക്ക് അങ്ങനെ പറയായിരുന്നു.
രക്ഷപ്പെട്ടു. ഓഡിഷൻ പോയി ഞാൻ തോറ്റു. അതല്ലേ പറഞ്ഞത്. എന്നോട് ഇങ്ങനെ പെട്ടെന്ന് അഭിനയിക്കാൻ പറഞ്ഞു എനിക്ക് പറ്റൂല. സത്യം സത്യം, അതന്നെ. പറയാം. എന്നോട് ഒരു കഥാപാത്രം പെട്ടെന്ന് അഭിനയിക്കാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. എനിക്ക് ഇതേവരെ ഓഡിഷൻ സത്യമാണ്. എനിക്ക് അറിഞ്ഞൂടാ എന്താ ഓഡിഷൻ. അയ്യോ ഇപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ പുറത്ത് ഇപ്പൊ ഈ ബോളിവുഡിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴും വിളിക്കുമ്പോ എത്ര സീനിയർ ആക്ടേഴ്സ് ഞാൻ പോകില്ല. എനിക്ക് ഇതിന് മാത്രം ഇപ്പൊ കുട്ടേട്ടന് ഞാനൊരു കോളൊന്നും ad വന്നിട്ടില്ല ചെയ്തു. കുട്ടേട്ടാ? അതിന് പുറത്തുനിന്ന് audition. വേറെ ലാംഗ്വേജസ് അല്ല തമിഴ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അതല്ലാണ് ഞാൻ പറഞ്ഞ പുറത്തുനിന്ന്. പക്ഷെ അവർ photo മാത്രമേ ഇല്ല. നോക്കിയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ഞാനും നമുക്കൊരു ക്യാരക്ടറിലും ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിരിക്കും. Audition ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പറയുമ്പോൾ നമുക്കുള്ള കാലിബർ പുറത്തേക്ക് വരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് അതുകൊണ്ടായിരിക്കും മുന്നൊന്നും കിട്ടാൻ കിട്ടാതിരുന്ന അല്ലാണ്ട് ഞാൻ പണ്ടേ സെറ്റ് അല്ലേ. എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോ പിന്നെ ആ, അതാണ് ഞാനിപ്പോ സംസാരിച്ച് നോക്കി. ഞാനിപ്പോ ആ കുട്ടി പറയുമ്പോഴേ ആ കുട്ടിയുടെ കോൺഫിഡൻസ് എനിക്കതില്ല. Yeah. ആ സത്യം കേട്ടോ, റൊമാൻസ് ചെയ്യാൻ കോൺഫിഡൻസ് അല്ല ഇപ്പോഴത്തെ കുട്ടികളെ അങ്ങനെ അല്ല, അതെ ശരിയാ. അവര് ഈ audition കോൺഫിഡൻസ് ഇല്ല, അതാ ഞാൻ പറയുന്നത്. അല്ല ഇപ്പോഴത്തെ ജനറേഷൻ വേറെ ലെവലാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും എങ്ങനെയാ. അല്ല അവർ ഓഡിഷൻ ആണെങ്കിലും പ്രിപ്പയർ സോ വെൽ. അതിനെ കുറിച്ച് അതിന് എങ്ങനെയാണ് പോകേണ്ടത് അതിനനുസരിച്ച് കൊലാബ് ചെയ്തിട്ട് അതിന് ബുട്ടിക്ക് പോയി. ഇതൊക്കെ വേർഡ്സ് ഞാൻ ഇപ്പോഴാണ് പഠിച്ചു കേട്ടോ. കൊളാബറേഷൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നപ്പോ ഒരു ഐഡിയ അല്ലേ ഇതെന്താന്ന്. അഹാനുണ്ട്, ഷൃണ്ട ഉണ്ട്, ഇവരെല്ലാവരും കൂടി എന്നെ അടുത്ത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതേപോലെ പ്രൊമോഷൻ അതെന്താന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ. കാരണം പണ്ടൊക്കെ നമുക്ക് പ്രൊമോഷൻ ഒന്നും ഇല്ലല്ലോ. ഇല്ല. നമ്മള് ഇന്റർവ്യൂ നാനയിലും ഇതിലും ഒക്കെ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ഒട്ടിക്കുക. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പടം വരുന്നു എന്ന് അറിയുന്നതും. പക്ഷെ ഇതിപ്പോ വന്നപ്പോ ആദ്യം നമുക്ക് എല്ലാവർക്കും ഇവിടെ മറ്റേ ക്രൗണിലല്ലോ, വേറെ സ്വീറ്റ്സ് അവിടെ ആയിരുന്നു നിങ്ങളുടെ ഐബിസോ അല്ല. ആ അതന്നെ. അപ്പൊ അവിടെ പോയിട്ട് അവിടെയാണ് ആദ്യം പ്രൊമോഷൻ. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ, അപ്പൊ സാരി. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പട്ടുസാരി കൊടുത്തിട്ട് നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ പോകുന്ന രീതിയിൽ ഞാൻ പട്ടുസാരി കൊടുത്തിട്ട് പോയി. അപ്പൊ എല്ലാവരും അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവർക്കൊക്കെ ഭയങ്കര ബ്രൈഡൽ സ്റ്റൈലിലുള്ള ഡ്രസ്സൊക്കെയാണ്. ഓക്കെ നന്നായിട്ടുണ്ട്, കൊള്ളാം, ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞു ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്തിട്ടാണോ വരേണ്ടത് ഇതിനൊക്കെ? അപ്പൊ പറഞ്ഞു അതൊക്കെ കൊലാബാണ്. അപ്പൊ ഞാനിങ്ങനെ മൈൻഡ് കൊലാബോ എന്ന് വെച്ചാൽ എന്താ ഐ ഡോണ്ട് നോ. അപ്പൊ പറഞ്ഞു അതെന്തുവാ? അപ്പൊ പിന്നെ അഹാന എടുത്ത് അത് മാം ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബൊട്ടീക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അവർ ചെയ്ത് അവർ ഡ്രസ്സ് തരും. അങ്ങനെയാണ് ഇവരൊക്കെ കൊണ്ടുവരുന്നു. പിന്നെ മേക്കപ്പിന് സെപ്പറേറ്റ് വേറെ ആൾക്കാർ വരും പുറത്തുനിന്ന്. സോ അത് അവരെല്ലാം അങ്ങനെ ചെയ്തിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ പോയി സിറ്റിംഗ്. സോ എനിക്ക് കോൺഷ്യസ് ആയി തുടങ്ങി. പിന്നെ അവർ പറഞ്ഞു ഇല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് മാം, ഒരു കുഴപ്പമില്ല മാം, എങ്ങനെ ഹൗ യു ആർ യു ബി ലൈക്ക് ദാറ്റ് ഓൺലി, യു ഡോണ്ട് ഹാവ് ടു ചേഞ്ച് യുവർ സെൽഫ് ഫോർ ദാറ്റ്. ഇപ്പൊ അതാണല്ലോ കൊലാബ്. എന്റെ ഫ്രണ്ടിന്റെ കൊലാബാണ്. ഐ ഷുഡ് ടെൽ ഹർ നെയിം. നോ ദിസ് ഇസ് മൈ ഫ്രണ്ട്സ് കൊലാബ്. എന്ന് വെച്ചാൽ കൊലാബ് എന്ന് പറഞ്ഞാൽ അവളുടെ പേഴ്സണൽ സാരി എനിക്ക് തന്നത്. പെട്ടെന്ന് എനിക്ക് ഇന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സാരി ഇല്ല എന്ന് പറഞ്ഞപ്പോ അവളെ എനിക്ക് സാരി തന്നതാ. ബ്ലൗസ് ഉണ്ട് കേട്ടോ. പറയണല്ലോ, പറയുമ്പോ അത് പറയണല്ലോ. അവളുടെ പേര് അനുഷ. So I should say നമ്മുടെ നാട്ടില് കല്യാണമൊക്കെ വരുമ്പോ എന്താ ഓരോരുത്തർ ഇട്ടിട്ട് വരുന്ന സാധനങ്ങളൊക്കെ നോട്ടീസ് കൊള്ളാലോ, തരില്ല. കാരണം ഇപ്പൊ അടുപ്പിച്ചിട്ട് ഇന്റർവ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 3 ചാനലിൽ ഇത് സാരിയാണെന്ന് പറയുമ്പോ നമ്മൾ അടുത്തതിന് ഏതാ ഉടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് പെട്ടിയൊക്കെ എടുത്തോണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ സ്വന്തം സാരി എല്ലാം തീർന്ന് എല്ലാത്തിലും ഇട്ടിട്ട്. അപ്പൊ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതെ തട്ടിക്കുട്ടിയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ ഷർട്ട് ഭയങ്കര രസമായിട്ട് കേട്ടോ. അത് കൊലാബാണോ ഏട്ടാ? ഓണത്തിന് സ്പെഷ്യൽ അല്ല ഇത് ഇങ്ങനെ ഇതൊക്കെ വരുമ്പോ ഇങ്ങനെയൊക്കെ വേണ്ടേ? വേണം. പിടിച്ചു നിക്കണ്ടേ അനിയാ? ദിസ് ഇസ് ടു നൈസ്. നല്ല രസമുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ പിള്ള സാറിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ആസ് എനി അതർ മലയാളി. പക്ഷെ കുട്ടേട്ടനെ ടി വിയിൽ കണ്ടപ്പോഴൊന്നും ഞാൻ ഇതുവരെ എൻ പിള്ള സാർ എന്ന് പറയുന്ന ആളുടെ ഒരു ചായ പോലും തോന്നിയിട്ടേ ഇല്ല എനിക്ക്. ചായയിലേത് മറ്റേ ആളുടെ മാനറിസംസോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ റൈഫിൾ ക്ലബ്ബ് കണ്ടപ്പോ എനിക്ക് എന്തോ അവിടെ അത് എൻ പിള്ള സാറിന്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ. അതായത് ഗോഡ് ഫാദറിലുള്ള എൻ പിള്ള എന്ന് പറയുന്ന ആക്ടറിനുള്ള ആ ഒരു സ്ട്രെങ്ത് ഇതിലെ ക്യാരക്ടർ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു.
ഭയങ്കര രസമുണ്ടായിരുന്നു. അതായത് പുള്ളി വീൽ ചെയറിലാണ് ഇരിക്കുന്നതെന്നും നമുക്ക് തോന്നില്ല. അയാളോളം സ്ട്രോങ് ആയിട്ട് ആ റൂമിലെന്ന് അത്രയും നിൽക്കുന്നതൊക്കെ ഗഡാഗടിയും മനുഷ്യന്മാരാണല്ലോ ചുറ്റുമുള്ളത്. പക്ഷെ അവരെക്കാളൊക്കെ സ്ട്രോങ് ആണ് പുള്ളി. ലോനപ്പൻ അല്ലെ? ലോനപ്പൻ ആ ക്യാരക്ടർ പുള്ളി ഭയങ്കര സ്ട്രോങ് ആണ്. അതെങ്ങനെയാ അത് കാണിക്കുക പുറത്ത്? അതായത് പുള്ളിക്ക് നമ്മൾക്ക് നമ്മുടെ ബോഡി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ ഒരു ആക്ടറിന്. ആ ബോഡി വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹാഫ് പോർഷൻ അവിടെ ഇരിക്കുകയാണല്ലോ. ബോഡി കൊണ്ടല്ലല്ലോ അഭിനയിക്കുന്നത്, മനസ്സുകൊണ്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. മനസ്സുകൊണ്ടാണ് ഞാൻ ഒരിക്കലും അപ്പൊ എന്റെ മനസ്സിലുള്ളത് മുഖത്ത് വരുന്നതാണ്. അതിനകത്ത് ഇടയ്ക്ക് എന്നോട് അവസാനം ചോദിക്കില്ലേ അപ്പൊ അവൻ ഇങ്ങനെ ഒരു ദിവസം ആഗ്രഹിച്ചിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ ആകത്തൊക്കെ അതാ. അയാളുടെ ഒരു ചിരിയുണ്ട്. അതിപ്പോ എനിക്ക് ചിരിക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ അതൊക്കെ എത്രയോ വർഷമായിട്ട് ഇതൊക്കെ കണ്ട് കേട്ട് അതൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരാളാ. അത് എത്ര ഉണ്ട് എണ്ണി നോക്കുന്നില്ല. ഈ സിറ്റുവേഷൻ ഒക്കെ നമ്മളോട് പറഞ്ഞു വരുമ്പോ അയാൾ എത്രമാത്രം ബോൾഡാണ്. സത്യം. അയാളുടെ കാലെ വെടി കൊണ്ട് കഴിയുമ്പോ എടാ ആർക്ക് ഇപ്പോൾ ഉണ്ടാ ഞാൻ അറിയില്ല, തളർന്നിരിക്കുകയാണ് ഞാൻ അറിയുന്നത് എന്ന് പറയുന്ന അങ്ങനെ പറയുന്ന ഒരു മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥ വേണം. അത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മാനസികാവസ്ഥയിലുള്ള ആൾ എങ്ങനെയായിരിക്കും, അയാൾ എങ്ങനെയായിരിക്കും, അതാ. ശരിയാ. പിന്നെ അതിൽ ക്യാരക്ടേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അതൊരു വൈബ് പടമായിരുന്നു. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ റൈഫിൾ ക്ലബ് ഒരു ഭയങ്കര ആക്ഷൻ, മാസ് ആക്ഷൻ പടം. പക്ഷെ കുറച്ചും കൂടി ഒരു കോമഡി സൈഡാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. കൊല്ലുന്നൊന്നും കൊലപാതകമായിട്ട് നമുക്ക് ഒരിക്കലും ഒരാളെ കൊന്ന വിഷമം തോന്നുന്നില്ല. അതുപോലെ അപ്പുപിള്ള വാസ് മാഗ്നിഫിസന്റ് എന്ന് പറയില്ലേ. പുള്ളി ഒരു രക്ഷയില്ലായിരുന്നു ക്യാരക്ടർ. അതായത് പുള്ളി പ്രത്യേകിച്ച് ഈ ന്യൂറോളജിക്കൽ പ്രശ്നമുള്ള ഒരാൾ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അത് കണ്ടിട്ടുള്ളത് കൊണ്ട് കറക്റ്റ് ആയിരുന്നു കുട്ടേട്ടാ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പുപിള്ള ഇങ്ങനെ നിൽക്കുന്ന ചില ഷോർട്സ് ഒക്കെ ഉണ്ടല്ലോ, ആകാശത്തോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതൊക്കെ കറക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ്. ഹൗ ഡിഡ് യു ഡു ഇറ്റ്? അതാണ് ഞാൻ മനസ്സുകൊണ്ടാണ് അഭിനയിക്കുന്നത്, അല്ല ഞാൻ മോഹം. പക്ഷെ നമുക്കിതിപ്പോ നമ്മൾ ചെയ്യുന്നത് എല്ലാം വെവ്വേറെ സാധനങ്ങളാണല്ലോ. ഇപ്പൊ ലുക്മാനാണ് വന്ന് ചോദിക്കുന്നത്. പുള്ളി ബിഗിൻ ചെയ്തേക്കാണ് പുള്ളിയുടെ കരിയർ. ഇനി അങ്ങോട്ട് ഒരുപാട് വർഷങ്ങളുണ്ട് ചെയ്യാൻ. അപ്പൊ ലുക്മാ വന്ന് ചോദിക്കാണ് കുട്ടേട്ടാ അത് എങ്ങനെയാ ചെയ്തേ, എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അഭിനയം എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ പറയാൻ പറ്റുമോ? അതില്ല. ആക്ടിങ് എന്ന് ചോദിച്ചാൽ ആക്ടിങ് ഇസ് റിയാക്ടിങ്. ഒരു നടനിലൂടെ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് അഭിനയം എന്ന് വേണം പറയാം. ഒരു നടനിലൂടെ കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ അതിന്റെ ക്യാൻവാസ് നമ്മളാണ്, സൃഷ്ടി നമ്മളാണ്, സൃഷ്ടികർത്താവ് നമ്മളാണ്, സൃഷ്ടിയും നമ്മളാണ്. മാത്രമല്ല വിമർശകനും നമ്മളാണ്. ചെയ്തോണ്ടിരിക്കുമ്പോ അത്രയും വേണോ, ഇത്ര വേണ്ടേ, അത് വേണോ, കൂടുതൽ വേണോ, അതൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ കടിഞ്ഞാണ് നമ്മുടെ കയ്യിലിരിക്കുക. നമ്മള് പണ്ട് സ്റ്റാനിസ്ലാവ്സ്കി പറയുന്നത് കട്ടൗട്ട് 90% എന്നാണ്. ഒരു നടൻ നീ എന്ന ബോധം 90% കട്ട് ചെയ്യാം. പക്ഷെ 10% എന്തിനാ? 10% കട്ട് ചെയ്താലേ മറ്റൊന്നാകാൻ പറ്റുള്ളൂ. അത് പറ്റില്ല. ഒന്നാമത് മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ആ 10% ആണ് ഞാൻ നിയന്ത്രിക്കുന്നത്. എങ്ങനെ നോക്കണം, അപ്പൊ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ടം ഇങ്ങനെ പതുക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ മതിയോ, ഇങ്ങനെ നോക്കണോ, അതോ ഇങ്ങനെ, ഇതൊക്കെ നമ്മളല്ലേ ആലോചിക്കും തീരുമാനിക്കുന്നത്. ക്രിട്ടിസൈസ് അത്ര വേണോ, ഇത്ര വേണോ, അതിനെ നിയന്ത്രിക്കുന്ന മുഴുവൻ ആ കഴിഞ്ഞ ഓരോ സമയത്തും എവറി മൊമെന്റ് നമ്മുടെ നിയന്ത്രണത്തിൽ മാത്രമാണ് കഥാപാത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായി കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഒരാളത് ഇങ്ങനെ ആയി തീർന്നു എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് ഒരു മണ്ടത്തരാണെന്നായിരിക്കും. അത് പറ്റില്ല, ആരെ കൊണ്ടും പറ്റില്ല. അതിനെ നിയന്ത്രിക്കുന്നത് നമ്മളുണ്ട് എപ്പോഴും. ആ നിയന്ത്രിക്കുന്നതുകൊണ്ടല്ലേ അതെ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വയ്ക്കാൻ പറഞ്ഞാൽ നെഞ്ചത്ത് കൊണ്ട് കുത്താൻ പറഞ്ഞാൽ കുത്തുകയല്ലേ കത്തിക്ക്. എനിക്കറിയാം കുത്തുന്നത് ഇവിടെ നെഞ്ചത്ത് കുത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് കക്ഷത്തിൽ കൂടെ പോകാവുള്ളൂ. ഇനി അപ്പുറത്തെ ക്യാമറ വെച്ചിരിക്കുക. അപ്പൊ കൊണ്ടുവന്ന് തോന്നിക്കും അവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രിസിഷൻ ഉണ്ടാവണ്ട. എനിക്ക് ഞാൻ കഥാപാത്രമായി തീർന്നാലോ, തീർന്നു. വില്ലനായിട്ട് അഭിനയിക്കുന്ന ആളോട് ദേഷ്യം വന്നു, അവന് ദേഷ്യം വരും. ചെല്ലു പറയും ഇങ്ങനെ വില്ലനായിട്ട് അഭിനയിക്കുന്ന ആളോട് സെറ്റിൽ വന്നാൽ അന്നേരം പോലും ദേഷ്യം വരുമെന്ന്. അയ്യോ അഭിനയിക്കുന്നോട് പ്രണയം തോന്നും എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. കുറ്റം പറയാം. അടി കിട്ടാത്ത പെണ്ണെ അവർക്ക് തന്തയും തള്ളയില്ലേ, അവർക്ക് ആങ്ങളെ ഉണ്ടാവില്ല, അവർക്ക് കാമുകൻ ഉണ്ടാവില്ലേ, കൂടെ അഭിനയിച്ചൊന്നും അവളോട് പ്രണയം തോന്നുന്നു വെച്ചാൽ
അവർക്ക് ആഗ്രഹിക്കാൻ അഭിനയിച്ച് പൊക്കോളാം. ശാന്തിയോട് അഭിനയിച്ചപ്പോ ശാന്തിയുടെ പ്രണയം എന്ന് പറഞ്ഞാല് ഭാര്യ വരും എന്റെ ഭാര്യ വരും, ശാന്തിയുടെ മക്കള് വരികയല്ലേ, വരും. അടി കിട്ടുകയല്ലേ, അടി കിട്ടേണ്ടതല്ലേ, അല്ല അടി കിട്ടേണ്ട കേസല്ലേ അത്. അങ്ങനെ പറയുമ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ നമ്മള് കളിയാക്കുന്ന പോലെ കളിയാക്കാണോ അത്? കാര്യമല്ലേ. അടി കിട്ടേണ്ട കാര്യമില്ലേ ചോദിക്കുമ്പോ അപ്പൊ നിങ്ങൾ എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ആരംഭിച്ചു, ഞാൻ ഉടനെ എനിക്ക് നിങ്ങളോട് പ്രണയം തോന്നി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ഒന്നും See, ചെയ്യാൻ that is what it's called abhinayam. That is you are acting that character. നമുക്ക് അല്ലാതെ അങ്ങനെ സിറ്റുവേഷനിൽ അങ്ങനെ ഒരാളാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? You have to convince yourself. If I am in that position, if method ആണെങ്കിൽ, if method ഇപ്പം കുട്ടി പറഞ്ഞില്ലേ അവരൊക്കെ ചെയ്യുന്നത് if method ആണ്. If I am in that position, ഞാൻ അങ്ങനത്തെ സന്ദർഭത്തിൽ വന്നാൽ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഈ അഭിനയത്തിന് ശരിക്കും പറഞ്ഞ ഒരു ബാലപാഠം എന്ന് വേണേൽ പറയാം. അതെ, ഞാൻ അങ്ങനെയാണെങ്കിൽ, ഞാനൊരു പോലീസുകാരനാണെങ്കിൽ, ഞാനൊരു ഡോക്ടർ ആണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആണെങ്കിൽ, ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഞാൻ അങ്ങനെയല്ല, അയാളെ അങ്ങനെയാണെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും, അയാൾ എങ്ങനെയായിരിക്കുന്നതാണ്, ആ ആളെങ്ങനെയായിരിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെയാണെങ്കിൽ എന്നല്ല, അയാളെവിടെ ജനിച്ചു, അയാളുടെ വളർന്നു, അയാളുടെ കൂട്ടുകാരൊക്കെയാണ്, അയാളുടെ അച്ഛനമ്മമാരൊക്കെയാണ്, അയാൾ വളർന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഇപ്പൊ അയാൾ എങ്ങനെയായി, ഇവരുടെ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ ആലോചിക്കും. ഡെഫിനറ്റ്ലി അത് ഫുൾ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതാകാൻ പറ്റുള്ളൂ അല്ലേ? അതിൽ എങ്ങനെ ഇങ്ങനെ നടക്കുന്നത്? അതെ, പ്രണയം ഉണ്ടായിരുന്നോ, കുട്ടികളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, 100 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യം എന്താ മനസ്സിലാവുന്നത്. ഈ ലീലയില നടത്തുണ്ടല്ലോ, കൈ പുറകെ പിടിച്ചെടുത്താൽ തന്നെ തീരുമാനിച്ചാണോ? പിന്നെ എല്ലാം ഞാൻ തന്നെ ഞാൻ തീരുമാനിക്കാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. എല്ലാ സിനിമയിലും കഥാപാത്രം നമുക്ക് പറയാം, അത് നമുക്ക് നമ്മുടേതാകേണ്ട ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ. ഇപ്പൊ എന്നോട് പറയാ കൈ ഇങ്ങനെ വീശെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീശാൻ പറ്റുമോ? ഇങ്ങനെ നടക്കാൻ പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാനങ്ങനെ ചെയ്യുന്നത് വേറെ ചെയ്യാൻ പറ്റുമോ? അയാൾ ചെയ്യുന്നത് വേറെ ഒന്നായിരിക്കും, അതേ കഥാപാത്രം വേറെ ആള് അതിലും മനോഹരമായിട്ട് ചെയ്യും, പക്ഷെ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ഞാൻ ചെയ്യുന്നതിനേക്കാളും മനോഹരമായിരിക്കും, പക്ഷെ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. എന്നെ അനുകരിക്കാൻ ശ്രമിച്ചോണ്ട് നടക്കുകയില്ല. ഇപ്പൊ ഇന്നസെന്റ് ആണ് അഭിനയിക്കുന്നത്, ഇന്നസെന്റ് അഭിനയിച്ച സിറ്റുവേഷൻസ്, ലോട്ടറി അടിക്കുന്ന ഇതുപോലെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കലും ചിന്തിക്കാൻ പറ്റും. ഇന്നസെന്റ് വേറെ മറ്റേ ഒരു അഭിനയമൊക്കെയായിട്ട് ഒരാൾ വന്നിട്ട് അഭിനയിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുന്നത് കമലിന്റെ പടം, അത് മമ്മൂട്ടി പടം. അതിനകത്ത് ഇന്നസെന്റ് ആയിട്ട് ചെയ്യുന്ന ആ സിറ്റുവേഷനില്ലേ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. ശരിയാ, ഞാനൊക്കെ ഒരു കാരണവശാലും ഒരാൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരാൾ അഭിനയിക്കുന്ന ഞാൻ വേറെ ഇത് ചെയ്യാതെ, അത് വേറെ എന്റെ വേറെ വിജയരാഘവൻ സ്റ്റൈലോ, ഞാൻ വേറെ വിജയരാഘവൻ സ്റ്റൈലോ അല്ലെങ്കിൽ വേറെ ക്യാരക്ടറായിട്ട് ചെയ്യാം. അല്ലാതെ അങ്ങനെ അനുകരിക്കാം, അത് ഒരിക്കലും അഭിനയം എന്ന് പറഞ്ഞാൽ അനുകരണമല്ല, അനുകരിക്കാനും പറ്റില്ല, ഒരിക്കലും ആരെ കൊണ്ടും പറ്റില്ല. കുട്ടിയുടെ വളരെ കുറവാണ് സിനിമ കാണുന്നതെന്ന് തോന്നുന്നല്ലേ? സിനിമ കാണുന്ന അല്ലേ? തീരെ സിനിമ കാണാത്ത ആളാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈ അനുകരണ പേടിയുള്ളതുകൊണ്ടാണ്. പണ്ട് കമലഹാസൻ അച്ഛൻ പോലെ കമലഹാസൻ ആവണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുട്ടിയുടെ എനിക്ക് പണ്ട് പറ്റി. ഞാൻ പണ്ട് കമലഹാസന് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ നാടകത്തിൽ. ഞാൻ സിനിമ വന്നിട്ടില്ല, അപ്പൊ ഏതൊരു നാടകത്തിൽ അഭിനയിക്കാൻ നേരത്ത് ഞാൻ സ്റ്റേജിലേക്ക് കയറി എങ്ങനെ എന്റെ മനസ്സിലുള്ളത് എന്റെ മനസ്സിലായില്ല, ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ കയറും, അച്ഛൻ പറഞ്ഞു എടാ നീ ആ ജോൺസൺ ആയിട്ട് പോയാ, റഷ്യയിലൊക്കെ പോയി പഠിച്ചിട്ട് വന്ന് അവിടെ പോയി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വന്ന് വലിയ കോൺട്രാക്ടറുടെ ഭയങ്കര കോടീശ്വരനായ കോൺട്രാക്ടറുടെ മകനാണ്. തോംസന്റെ മകൻ ജോൺസൺ ആണ്. അപ്പൊ ഞാൻ വീണ്ടും അതെ ഞാൻ വീണ്ടും വരും, എന്റെ പൊന്നു കുഞ്ഞെ നീ ജോൺസൺ ആയിട്ട് വാ. ഞാൻ ഡയലോഗ് ഒന്നും പഠിക്കണം, നീ അതായിട്ട് വന്നാൽ മതി. വന്നിട്ട് പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ഡയലോഗ് പറഞ്ഞു, ഡയലോഗ് ഞാൻ എഴുതിയിട്ട് പറയണമെന്നില്ല. പിന്നെ ഞാൻ വരും, എന്റെ ചെറുക്കാൻ നീ കമലഹാസൻ ഒന്നും ആവണ്ട, നീ ജോൺസൺ. അപ്പൊ ഞാൻ കമലഹാസൻ ഒന്നും ആയില്ല, അത് നിന്റെ മനസ്സിലുണ്ടല്ല. ഞാൻ പറഞ്ഞു എന്റെ മനസ്സിൽ ഞാൻ സങ്കടമൊക്കെ, ഞാൻ കുറച്ച് പോയി പ്രതിഷേധിച്ചൊക്കെ പോയി. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ ശരി, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇയാള് കിടപ്പുണ്ട്, നമ്മളറിയേല. അതാണ് പലർക്കും പറ്റുന്നത്. ഒരിക്കലും നമ്മൾ ഒരാളെ പോലും അന്ധമായിട്ട് അങ്ങോട്ട് അനുകരിക്കരുത്. അനുകരിക്കാൻ ആരാധിക്കരുത് എന്റെ അഭിപ്രായം. ആരാധനയാകാം ഒരാളെ നമുക്ക് നല്ല ആക്ടർ, ബെസ്റ്റ് നല്ല ആക്ടർ, ആ ക്യാരക്ടർ നന്നായിരുന്നു, ഈ ക്യാരക്ടർ നന്നായിരുന്നു,
അങ്ങനെ വിചാരിച്ചു. അല്ലാതെ അയാൾ ചെയ്തു പിന്നെ നമ്മൾക്കത് കേറും. അല്ല ആക്ടിങ് മാത്രമല്ലല്ലോ, ഈ സിംഗേഴ്സ് ഒക്കെ വരുമ്പോഴും സെയിം ദാസേട്ടനെ പോലെ തന്നെ പാടുന്നു, എസ്.പി. സാറിനെ പോലെ തന്നെ പാടുന്നു എന്ന് പറയുമ്പോ അതുപോലെ ഞങ്ങൾക്ക് ഉണ്ട്. ഒരിക്കലും I പാടില്ല. want to do അത് that. പക്ഷേ ഈ റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ നമ്മള് ദാവീദിലെ ക്യാരക്ടർ ഉണ്ടല്ലോ, ബോക്സിംഗ് മാസ്റ്റർ, അത് അതിന്റെ ഡയറക്ടർ പറഞ്ഞ് ഞാൻ കേട്ടു, അത് ഓൾമോസ്റ്റ് ഇൻസ്പയർഡ് ക്യാരക്ടർ ആണ്. ഞാൻ ആളെ കണ്ടില്ല. കണ്ടിട്ടില്ല. ഇല്ല, ആളുടെ ഇവരൊരു ഇത് അയച്ചു തന്നു. പക്ഷെ ആള് നടക്കുന്നൊന്നും അല്ല, ഇങ്ങനെ വേറെ സാധാരണ മനുഷ്യൻ. അങ്ങനെ ഞാനൊരു സ്റ്റബേൺ ആയിരിക്കണം എന്നോട് പറഞ്ഞപ്പം അത് സ്റ്റബേൺ ക്യാരക്ടർ ആയിരിക്കും. അയാളുടെ ഒരു വിഷൻ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ ഫീൽ ചെയ്യും. അതാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്റെ നോട്ടത്തിനും ആ നിപ്പിലും ഷാർപ്നെസ്സും പിന്നെ കോൺഫിഡൻസ്, ഭയങ്കര കോൺഫിഡൻസ് ലെവലുള്ള ആളാണ് അയാള്. ഇതിനോട് ചോദിക്കാം, നീ എന്താണ് പേടിയുണ്ടോ? ഞാൻ പറയും എനിക്ക് പേടിയുണ്ട്. ഞാൻ പറയുക എനിക്കും പേടിയുണ്ട്, എനിക്കും പേടിയുണ്ട്, പക്ഷെ പേടിക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ ചിന്തിക്കുന്നതാ. അപ്പൊ വളയില് ഈ പ്രണയം തിയേറ്ററിൽ പോയി കാണണം എന്ന് കുട്ടേട്ടൻ പറഞ്ഞത് കൂടാണ്ട് ഇനി പ്രണയം മാത്രം നല്ലൊരു ഫാമിലി സ്റ്റോറി ഉണ്ട്. ദേശത്തിന്റെ കഥയാണ്. അവര് താമസിക്കുന്ന വ്യവസ്ഥ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു കഥയുണ്ട്. പിന്നെ കുറെ പുറത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ നാടൊക്കെ കാണാം. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും സെപ്റ്റംബർ 19 റിലീസ് ആവാണ്. എല്ലാവരും പോയി കാണുക. അഭിപ്രായം പറയരുത്, കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയാം. കണ്ടിട്ട് അഭിപ്രായം പറയാം, ഉറപ്പായിട്ടും അങ്ങനെ പറയാം. എല്ലാവർക്കും ഇഷ്ടാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, അപ്പൊ ഒരുപാട് സിനിമകൾ ഇനിയും വരാനുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ വന്ന് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അടുത്ത സിനിമയ്ക്ക് നമുക്ക് ഒരു കൂട്ടേ വരാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. Thank you so much.